പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിമുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിലെ ഏറ്റവും വാത്സല്യമുള്ള സ്നേഹമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മശിഹാ തമ്പുരാൻ്റെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്ന് വന്ന് മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ തങ്കത്തിരുവചനങ്ങളെ നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങുവാൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന നല്ലവനായ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്ത് ആരാധിക്കാം. ഈ നാളുകളിൽ നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ. ക്രിസ്തീയ ജീവിതം ഏതെല്ലാം വിധത്തിലാണ് നയിക്കേണ്ടതെന്ന് നിരന്തരമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതുമായി ചേർത്ത് വെച്ച മനോഹരമായ ഒരു ചിന്ത നിങ്ങളുമായി പങ്കിടണമെന്ന് ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നു. ഈ ക്രിസ്തീയ ജീവിതം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതമാണ്. പരിശുദ്ധ തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ തമ്പുരാൻ തൻ്റെ ഭൗമലോകവാസം വിട്ട് പിരിയുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരോട് വ്യക്തമായി കൽപ്പിച്ചു പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുകയാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ്, പരിപാലകനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരികയില്ല. ഞാൻ പിതാവിൻ്റെ അരികിൽ എത്തിയാൽ നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന്, നിങ്ങളെ നയിക്കേണ്ടതിന്, നിങ്ങളെ ഒരുക്കേണ്ടതിന്, നിങ്ങളെ പ്രാപ്തരാക്കേണ്ടതിന് തൃത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ പേർക്ക് ഞാൻ അയക്കും എന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദത്തപ്രകാരം യേശു പറഞ്ഞതനുസരിച്ച് കാത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അപ്പോസ്തോല ഗണത്തിന്മേൽ പെന്തിക്കോസ്തി നാളിൽ പരിശുദ്ധാത്മാവ് പിളർന്ന അഗ്നിനാവുകൾ രൂപത്തിൽ ഇറങ്ങി ആവസിച്ചതായി അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് വന്ന് അവരുടെ മേൽ അധിവസിച്ചപ്പോൾ അതുവരെ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ബലഹീനത, ഭയം, ഭീതി, അസ്വസ്ഥത ഇതെല്ലാം മാറിപ്പോവുകയാണ്. അന്നോളം അവർ അനുഭവിച്ചിട്ടില്ലാത്ത, ധരിച്ചിട്ടില്ലാത്ത ഒരാത്മധൈര്യം ഈ പരിശുദ്ധാത്മ ശക്തിയാൽ അവരുടെ ഉള്ളിൽ വന്ന് നിറയുകയാണ്. അപ്പോൾ മുതൽ അവർ നയിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധാത്മാവ് സാക്ഷാൽ ദൈവമാണ്. ദൈവത്താൽ നയിക്കപ്പെടുന്നവരായി അവർ മാറുകയാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി അവരുടെ ഉള്ളത്തിൽ വസിച്ചതിലൂടെ ദൈവം അവരുടെ ഉള്ളത്തിൽ ഇറങ്ങി പാർക്കുകയാണ്. വചനം പഠിപ്പിക്കുന്നതനുസരിച്ച് മനുഷ്യൻ ദൈവത്തിൻ്റെ ആലയമായി പൂർത്തീകരിക്കപ്പെടുന്നത് ഇവിടെയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാകുന്നുവെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരോട് ചോദിക്കുന്നത്. വീണ്ടും 6-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാകുന്നുവെന്നും നിങ്ങൾ ഓരോരുത്തരെയും വില കൊടുത്ത് വാങ്ങിയിരിക്കാൻ നിങ്ങൾ ആരും താന്താങ്ങൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് അപ്പോസ്തലനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. വീണ്ടും കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ അപ്പോസ്തലൻ ആവർത്തിക്കുന്നുണ്ട്, നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയങ്ങളാകുന്നുവല്ലോ എന്ന്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് മുഖാന്തിരം നാം ദൈവാലയങ്ങളായി രൂപപ്പെടുകയാണ്. ഒപ്പം സാക്ഷാൽ യേശുമിശിഹാ തമ്പുരാൻ്റെ തിരുശരീര രക്തങ്ങളാകുന്ന പരിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നതിലൂടെ, സ്വീകരിക്കുന്നതിലൂടെ, മശിഹാ നമ്മളിൽ വന്ന് നിറയുന്നതിലൂടെ നാം ദൈവത്തിൻ്റെ ആലയങ്ങളായി മാറുകയാണ്. ഇതിലൂടെയെല്ലാം ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ വന്ന് നിറയുകയാണ്. ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർ അറിയേണ്ട ഒരു കാര്യം, അത് ബലത്തിൻ്റെ ജീവിതമാണ്, ശക്തിയുടെ ജീവിതമാണ്, ഭീരുത്വത്തിൻ്റെ ജീവിതമല്ല. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളും ഭയപ്പെടുന്നവരും ഭീരുക്കളുമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ആങ്സൈറ്റി എടുക്കുന്നവരാണ്, വെറുതെ ഇരുന്ന് വിചാരപ്പെടുന്നവരാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, കൊറോണ ലോകം മുഴുവൻ ബാധിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ തുടച്ചു മാറ്റിക്കൊണ്ടു പോകുന്നു. ഒരുപാട് ആളുകൾ ചികിത്സയിലിരിക്കുന്നു, ഒരുപാട് ആളുകൾ അതിൻ്റെ ആശങ്കയിലിരിക്കുന്നു. ചികിത്സയിലിരിക്കുന്നവർ ആശങ്കയിലാണ്, പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടവർ ആശങ്കയിലാണ്, ജീവിതം തന്നെ വഴിമുട്ടിപ്പോയതുകൊണ്ട് ഒത്തിരി പേർ ആശങ്കയിലാണ്. ഈ ആശങ്കകളെല്ലാം ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ വിലയം പ്രാപിച്ചാൽ നമുക്ക് മാറ്റാവുന്നതും നീക്കാവുന്നതുമായ സംഗതികളാണ്. നമ്മുടെ ഹൃദയം കർത്താവിൽ ഉറച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധനായ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് വസിച്ച് നമ്മളെ നയിക്കുകയാണ്. ആത്മാവിൻ്റെ ശക്തി ഒരാളുടെ മേൽ വന്ന് നിറഞ്ഞാൽ ആ ആളിൽ നിന്ന് അതുവരെ ഉണ്ടായിരുന്ന ഭയവും ഭീതിയും മാറണം. നമ്മളൊക്കെ മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മ പരിപാലനമുള്ളതുകൊണ്ട്
ഒന്നിനെക്കുറിച്ചും നാം ആശങ്കാകുലരാകേണ്ട കാര്യമില്ല. മാത്രമല്ല, തീക്ഷ്ണതയുള്ളവരായി ദൈവത്തിന് വേണ്ടി നിൽക്കാനും നമുക്ക് കഴിയണം. ഇങ്ങനെയുള്ളതായ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ യേശു പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും ആശങ്കപ്പെടേണ്ടതില്ല. നിങ്ങൾ കാത്തിരിക്കുക, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ശക്തി നിങ്ങളുടെ മേൽ വരുവോളം നിങ്ങൾ യെരൂശലേം വിട്ട് പോകരുത്. ഈ ശക്തി നിങ്ങളുടെ മേൽ വന്ന് നിങ്ങൾ അഭിഷേകം പ്രാപിച്ച ശേഷം നിങ്ങൾ പുറപ്പെട്ട് യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായിത്തീരുമെന്നാണ് പറയുന്നത്. അതുവരെ ഭയപ്പെട്ടവരായിരുന്നു അപ്പോസ്തലന്മാർ, ഒളിവിടത്തിൽ പാർത്തവരായിരുന്നു അപ്പോസ്തലന്മാർ, പുറത്ത് അധികാരികളോട് സംസാരിക്കാൻ വിമുഖത കാണിച്ചവരായിരുന്നു അപ്പോസ്തലന്മാർ, പിടിക്കപ്പെടുമെന്ന ആശങ്ക കൊണ്ട് ഉള്ളുലഞ്ഞു പോയവരായിരുന്നു അപ്പോസ്തലന്മാർ, ഭാവി എന്ത് നാളെ എന്ത് എന്ന ചോദ്യത്തിന് മുമ്പിൽ പകച്ചും അസ്വസ്ഥരായി നിന്നവരായിരുന്നു അപ്പോസ്തലന്മാർ. എന്നാൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നതോടുകൂടെ അവരുടെ നിലപാടാകെ മാറുകയാണ്. അവരെ ചോദ്യം ചെയ്യുന്നവരുടെ മുമ്പിൽ അവർ ധീരതയോടെ നിന്ന് ഉത്തരം പറയുന്നു. കർത്താവ് പറഞ്ഞിട്ടുള്ളതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുമ്പോൾ എവിടെയാണ് എന്താണ് പറയേണ്ടത് നിങ്ങൾ ആശങ്കപ്പെടേണ്ട, പറയേണ്ടത് എന്താണെന്ന് നിങ്ങൾ വസിക്കുന്ന ആത്മാവ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. ഇപ്പോൾ അവർ ധീരരായി നിന്ന് പോരാടുകയാണ്. അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഭവിഷ്യത്തുകളെക്കുറിച്ചൊരു ചിന്തയേയില്ല. കാരണം അവരൊരു ലക്ഷ്യം കണ്ടെത്തിയിരിക്കുന്നു. ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറാനുള്ള ആത്മവീര്യം അവർ പ്രാപിച്ചിരിക്കുന്നു. ഈ ഒരു ആത്മബലമാണ് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവമക്കൾ കണ്ടെത്തേണ്ടതും അതിനാലാണ് ദൈവമക്കൾ നയിക്കപ്പെടേണ്ടതും. ആശങ്കപ്പെടുവാൻ കാര്യമില്ല എന്നറിയുക. ദൈവകരങ്ങളിലേക്ക് ജീവിതം സമർപ്പിച്ച് ബലമുള്ളവരായിട്ട് മുന്നേറുക. ഈ ആത്മവീര്യത്താൽ ഭരിക്കപ്പെടുന്ന ഒരു ദൈവവൈതലിന് ധീരതയുണ്ടാകും. അതാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതുന്നത് 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനത്തിൽ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന്. ഞാൻ സകലത്തിനും മതിയായവനായി മാറുന്നത് എൻ്റെ യോഗ്യതയാലല്ല, എൻ്റെ കായബലത്താലല്ല, എൻ്റെ മസിൽ പവർ കൊണ്ടല്ല, എൻ്റെ ബുദ്ധി സാമർഥ്യം കൊണ്ടല്ല, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടുമല്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ശക്തനാക്കുന്നവൻ എന്നോട് കൂടെയുണ്ട് എന്ന വലിയ ബോധമാണ് ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ദൈവമക്കളെ ഭരിക്കേണ്ടത്. അവർ ചുളുങ്ങിയിരിക്കേണ്ടവരും നിരന്തരം പരാതി പറയേണ്ടവരും അസ്വസ്ഥതപ്പെടേണ്ടവരും അല്ല. ജീവിതത്തിൽ നിരന്തരമായി ഭയവും ഭീതിയും കൊണ്ടു നടക്കേണ്ടവരല്ല. ഏത് സാധ്യതകളെയും ഏത് സാഹചര്യങ്ങളെയും മറികടക്കാൻ പ്രാപ്തി നൽകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരുത്തുള്ള കരത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ശക്തിയുള്ള ദൈവത്തിൻ്റെ ശക്തിയുള്ള ഭുജത്താൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന ആത്മബോധമാണ് ദൈവമക്കളെ ഭരിക്കേണ്ടത്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം ഭീരുത്വത്തിൻ്റെ ജീവിതമല്ല, ക്രിസ്തീയ ജീവിതം ധീരതയുടെ ജീവിതമാണ്, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതമാണ് എന്ന് തിരിച്ചറിയണം. ഈ നാളുകളിൽ ഒരുപാട് പേരുടെ ഏറ്റവും വലിയ പരാതി, എന്നെ ഒന്നിനും കൊള്ളുകയില്ല, എനിക്ക് യാതൊരു കഴിവുമില്ല, എനിക്ക് സാമർഥ്യമില്ല, ഞാൻ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ അത് വേണ്ടവണ്ണം ആകുന്നില്ല, എനിക്ക് അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റി ഇല്ല, എൻ്റെ കാര്യങ്ങൾ നോക്കുവാനും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ക്രമപ്പെടുത്താനുമുള്ള കഴിവെനിക്കില്ല, എനിക്ക് ജോലിയിൽ വിജയിയാകാൻ പറ്റുന്നില്ല, എനിക്ക് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള എനിക്ക് കഴിയില്ല എന്നുള്ള വാക്കുകൾ നിരന്തരം പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. നെഗറ്റീവ് ചിന്തയുടെ ഉടമകളും അടിമകളുമാണവർ. എപ്പോഴും അവർ പറയുന്നത് എനിക്ക് വയ്യ, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാനൊരു പരാജിതനാണ്, എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്നിങ്ങനെയുള്ള ഇല്ലാകളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും? തന്നെ നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാൽ താൻ എന്തിനും മതിയായവനാണെന്ന കോൺഫിഡൻസ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടോ ഇല്ലാതിരിക്കുന്നത് കൊണ്ടോ ആണ്. സാക്ഷാൽ ദൈവമക്കൾക്ക് അങ്ങനെയല്ല സംഭവിക്കേണ്ടത്. എനിക്കൊരു ദൈവമുണ്ടെന്നും അവൻ സർവശക്തനാണെന്നും അവൻ എൻ്റെ മേൽ വാസം കൊള്ളുന്നുവെന്നും ഞാൻ അവനാൽ നയിക്കപ്പെടുന്നുവെന്നുമുള്ള ഉത്തമ ബോധ്യം ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ ആശങ്കയ്ക്ക് സ്ഥാനമില്ല. പ്രിയപ്പെട്ടവരെ, ധീരതയോടെ ശക്തിയോടെ അഭിഷേകത്തോടെ ദൈവനാമത്തിൽ അത് ചെയ്തെടുക്കുവാൻ നമുക്ക് കഴിയും. എന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു ആത്മീക ജീവിതം നയിക്കേണ്ടവരാണ് ക്രിസ്ത്യാനികളെന്ന്, ദൈവത്താൽ ഭരിക്കപ്പെടുന്നവരും നയിക്കപ്പെടുന്നവരുമെന്നാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ നയിക്കപ്പെട്ടതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ അസാമാന്യ ധീരത മരണത്തിൻ്റെ മുമ്പിൽ പോലും പ്രകടിപ്പിച്ചത്. അതേ അവസ്ഥ ജീവിതത്തിൽ നിലനിന്നതുകൊണ്ടാണ്
അഴിച്ചുവിട്ട ക്രൂരസിംഹങ്ങളുടെ മുമ്പിൽ എറിയപ്പെട്ടപ്പോഴും ഒട്ടും ചാഞ്ചല്യപ്പെടാതെ വിശ്വാസം ത്യജിക്കാതെ വിശുദ്ധ സഹോദരന്മാരായ സഹോദരന്മാരും സഹോദരിമാരും പ്രാണത്യാഗത്തിന് തയ്യാറായത്. എന്തുകൊണ്ടെന്നാൽ അവർ അസാമാന്യ ധീരത അവരുടെ ജീവിതത്തിൽ നേടിയെടുത്തിരുന്നു. കാറ്റിനെ പിടിക്കാൻ ഓടുന്നവരല്ലെന്നും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ദൈവ പദ്ധതിക്കുള്ളിൽ നിന്ന് അധ്വാനിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും വ്യക്തമായ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നവരുമാണെന്ന ഉത്തമ ബോധ്യമാണ് അവർക്ക് ഈ പോരാട്ടത്തിനുള്ള വീര്യം പകർന്നു കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, പെന്തിക്കോസ്തിയുടെ നാളിൽ തന്നെ അക്ഷരജ്ഞാനം ഏറെയില്ലാത്ത അപ്പോസ്തലനായ പത്രോസും അവൻ്റെ കൂട്ടുകാരും സെഹിയോൻ മാളികയിൽ നിന്ന് സംസാരിച്ച വാക്കുകൾ എത്ര ശക്തമായിരുന്നു എന്ന് തിരിച്ചറിയുക. ന്യായപ്രമാണത്തിലെ സങ്കീർത്തനങ്ങളിലെ മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങളെ പൊരുൾ തിരിച്ച് വ്യാഖ്യാനിച്ചാണ് അപ്പോസ്തലനായ പത്രോസ് അന്ന് പ്രസംഗിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണിത് സാധിച്ചത്? ബുദ്ധിയെ ഉണർത്തുന്ന, ജ്ഞാനത്തെ വികസിപ്പിക്കുന്ന, ഇല്ലാത്ത ജ്ഞാനം കൊണ്ടുവന്നു തരുന്ന, നമ്മുടെ ബലഹീനത മാറ്റുന്ന ശക്തിയാണ് ദൈവാത്മാവിൻ്റെ ശക്തി. ഈ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവമക്കളെങ്കിൽ ദൈവപരിപാലനമാണ് അവരുടെ മേലപ്പോഴുള്ളത് എന്ന് തിരിച്ചറിയണം. അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് നിന്ന് അന്ന് പ്രസംഗിച്ച പ്രസംഗം കേട്ടതായ ആളുകൾ ഏതാണ്ട് 16ഓളം ഭാഷകൾ സംസാരിക്കുന്ന ആളുകളായിരുന്നു. അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് വേദപുസ്തകത്തിൽ. അപ്പോസ്തല പ്രവൃത്തികൾ അത് സാക്ഷിക്കുന്നുണ്ട്. അവർ ആശ്ചര്യത്തോടെ പറയുന്നുണ്ട്, നാം ഓരോരുത്തരും സംസാരിക്കുന്ന നമ്മുടെ മാതൃഭാഷയിൽ ഈ ഗലീലക്കാരായ അക്ഷരജ്ഞാനമില്ലാത്ത മുക്കുവന്മാരായ ആളുകൾ സംസാരിക്കുന്നത് എന്തു വലിയൊരു അത്ഭുതമാണ് എന്ന്. മാത്രമല്ല, ദൈവിക ന്യായപ്രമാണത്തിലെ മർമ്മങ്ങളെ പിളർന്നാണ് അവർ സംസാരിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരുന്നവരുടെ ഹൃദയത്തിൽ വലിയ കുത്തുകൊള്ളുവാനും അവർ കുത്തിയവങ്കിലേക്ക് നോക്കുവാനും ഒക്കെ ഇടവരുത്തി എന്ന് തിരിച്ചറിയണം. യേശുക്രിസ്തു ആരാണെന്ന് ബോധ്യപ്പെടുവാൻ, അവൻ ക്രൂശിൽ മരിച്ചുവെന്നും മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റിരുന്നു, അവൻ്റെ ശക്തി അവൻ ഭൂമിയിലായിരുന്ന അതേ അളവിലോ അതിൽ കൂടുതലോ അപ്പോസ്തലന്മാരിലൂടെ ഇപ്പോൾ പ്രവഹിക്കുന്നുവെന്നും അവൻ്റെ ശ്രോതാക്കൾക്ക് കേൾക്കുവാനിടയായത് അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, ഞങ്ങളിപ്പോൾ എന്തു ചെയ്യണം? അവരെല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാമോദീസ സ്വീകരിക്കുകയാണ്. അന്ന് 3000 പേർ സഭയോട് ചേർന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. 3000 പേരെ സഭയോട് ചേർക്കാൻ ഈ പാവപ്പെട്ട മുക്കുവ പ്രമാണിക്ക്, ഈ അക്ഷരജ്ഞാനം ഒരുപാടില്ലാത്ത അപ്പോസ്തല ഗണത്തിന് എങ്ങനെയാണ് പ്രാപ്തി കിട്ടിയത്? പ്രിയപ്പെട്ടവരെ, അത് ആത്മാവിൻ്റെ ബലമാണ്. ഈ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർക്ക് ഏത് പ്രതികൂല സാഹചര്യത്തെയും മറികടന്നു പോകാനുള്ള അസാമാന്യമായ ധീരതയും ധൈര്യവും ലഭ്യമാകുന്നു എന്ന് തിരിച്ചറിയണം. ഇതാണ് ഈ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കേണ്ടതും പാലിക്കേണ്ടതുമെന്ന് നാം തിരിച്ചറിയുക. നാം പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ അസ്വസ്ഥത അനുഭവിക്കുന്നവരാണ്. എനിക്ക് കഴിയില്ല, എനിക്ക് ത്രാണിയില്ല, എനിക്ക് സാമർഥ്യമില്ല, ഞാൻ പരാജിതനാണെന്ന് സ്വയം വിധിക്കുന്നവർ ആത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്ന് സാക്ഷ്യപ്പെടുത്താനാകുമോ? പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ മാനങ്ങൾ കണ്ടെത്തിയവർ ജീവിതത്തിൽ ഒരിടത്തും ഒന്നിനെക്കുറിച്ചും കലങ്ങിപ്പോകേണ്ടതില്ല. ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ചഞ്ചലിപ്പാണ്, ഹാർട്ട് ബീറ്റ് കൂടുകയാണ്, അസ്വസ്ഥത വരികയാണ്, മയക്കം വരികയാണ്, ശരീരം വിറയ്ക്കുകയാണ്. എന്തേ കാര്യം? കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകുകയാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലദിനം മതിയാകുന്നുവെന്ന ബോധ്യവും ബലവും ധൈര്യവുമാണ് ഇവിടെ പ്രാപിക്കേണ്ടത്. ആത്മശക്തിയിൽ നിരന്തരം പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കണം ദൈവമക്കൾ. അതാണ് അപ്പോസ്തലനായ പത്രോസിൻ്റെ പ്രസംഗത്തിൽ നാം കാണുന്നത്. കേൾവിക്കാരുടെ ഹൃദയങ്ങളെ കുലുക്കുവാൻ തക്കവണ്ണമാണ് അപ്പോസ്തലനിൽ നിന്ന് വാക്ശരങ്ങൾ പുറപ്പെട്ടത് എന്ന് നാം തിരിച്ചറിയണം. അത് ചഞ്ചലിപ്പോടെയല്ല, ആധികാരികമായിട്ടാണ് അപ്പോസ്തലൻ പ്രസ്താവിച്ചത്. അതുകൊണ്ടാണ് കേട്ടുകൊണ്ടിരുന്നവരുടെ ഹൃദയം കുലുങ്ങിയതും അവർ കലങ്ങിയതും അവർ നിലവിളിച്ചതും അവർ അനുതപിച്ചതും അവർ മാമോദീസയേറ്റ് സഭയോട് ചേരുവാൻ ഭാഗ്യമുണ്ടായതും. ആദ്യത്തെ അത്ഭുതകരമായ ആളപ്പെടുത്തമാണ് ഇവിടെ സംഭവിച്ചത്. നിങ്ങൾ മനുഷ്യരെ പിടിക്കേണ്ടവരാണ്, മീൻ പിടിക്കേണ്ടവരല്ല എന്ന് കൽപ്പിച്ച കർത്താവ് പത്രോസിന് കൊടുത്ത വലയിൽ ആദ്യത്തെ കൊയ്ത്ത് നടക്കുകയാണ്. വലിയൊരു ചാകരക്കൊയ്ത്ത്. എങ്ങനെ? ആത്മാവിൻ്റെ ബലത്താൽ അത് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, തൊട്ടടുത്ത ദിവസം പത്രോസും യോഹന്നാനും ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ സ്വർണ്ണഗോപുരത്തിൻ്റെ വാതിക്കൽ മുടന്തനെ സൗഖ്യമാക്കുന്നതായ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. അവിടെ കാലുകൾ ബലമില്ലാതെ നടക്കാൻ കഴിയാതെ യാചകനായിരുന്ന ഒരു മനുഷ്യൻ പത്രോസും യോഹന്നാനും വരുന്നത് കണ്ടിട്ട് അവരോട് പ്രതീക്ഷയോടെ അവരെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു.
അവരെന്തെങ്കിലും നാണയത്തുട്ടുകൾ കൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ് മനുഷ്യൻ നോക്കിക്കൊണ്ടിരുന്നത്. ഒരുപക്ഷെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു കാണും, വല്ലതും തന്നിട്ട് പോകണമേ എന്ന്. ആ മനുഷ്യന് വേറെ ഉപജീവന മാർഗമില്ല, കാലുകൾക്ക് ബലമില്ല. പറയുന്നത് ഇങ്ങനെയാണ്, പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. എന്നിട്ട് അവനോട് പറഞ്ഞു, നിനക്ക് തരുവാൻ വെള്ളിയോ പൊന്നോ ഞങ്ങളുടെ കൈകളിലില്ല. ഞങ്ങൾ ലോകപ്രകാരം സമ്പന്നരായ മനുഷ്യരല്ല. യഥാർത്ഥത്തിൽ ഒരാൾ സമ്പന്നനാകുന്നത് എപ്പോഴാണ്? ലോകത്തെ ലക്ഷങ്ങളും കോടികളും കൈവശം വരുമ്പോഴല്ല, ഏക്കർ സെൻറ്റുകൾ ഒരുപാട് വർദ്ധിക്കുമ്പോഴുമല്ല. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. ഞങ്ങൾ സമ്പന്നരായിരിക്കുന്നത് വെള്ളി കൊണ്ടോ പൊന്നുകൊണ്ടോ വസ്തുവകകൾ കൊണ്ടോ അല്ല. ഞങ്ങൾ സമ്പന്നരായിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരമാണ്. ആ യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് പറയുന്നു, നീ എഴുന്നേറ്റ് നടക്കുക. ഇങ്ങനെ പറയാനുള്ള ധൈര്യം എവിടെ നിന്നാണ് അപ്പോസ്തലനായ പത്രോസിന് കിട്ടിയത്? ആ ധൈര്യം കിട്ടിയത് ആത്മാവിൻ്റെ പരിപാലനത്തിൽ നിന്നാണ്. പ്രിയപ്പെട്ടവർ, ക്രിസ്തീയ ജീവിതം എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ് നയിക്കപ്പെടേണ്ടത്. അസാധ്യമെന്ന് വിധിച്ചു മാറുകയല്ല, ദൈവശക്തിയാൽ അത് സുസാധ്യമെന്ന് ഉള്ളത്തിൽ ബോധ്യപ്പെടുകയാണ് ദൈവമക്കൾ ചെയ്യേണ്ടത്. അപ്പോസ്തലൻ പറഞ്ഞ വാക്ക് ആ മനുഷ്യനെ ഒന്ന് ഉണർത്തി. നൊടി നേരത്തിൽ അവൻ്റെ നരിയാണികൾ ഉറച്ചു. അവൻ എഴുന്നേറ്റ് തുള്ളുവാനും ചാടുവാനും നൃത്തം ചവിട്ടുവാനും തുടങ്ങി എന്ന് വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മുടൻ തന്നെ സൗഖ്യമാക്കുന്നത് പലവട്ടം പത്രോസ് കണ്ട് സാക്ഷിച്ചിട്ടുണ്ട്. യോഹന്നാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ദൃക്സാക്ഷികളാണ്. ആ കർത്താവ് ഇപ്പോൾ തങ്ങളോട് കൂടെയാണെന്ന് പത്രോസിന് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പെന്തക്കോസ്ത് നാളിൽ വർഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വലിയ ശക്തിയോടെ പ്രവർത്തിക്കുന്നുവെന്ന് ഇപ്പോഴവർക്കറിയാം. അടുത്തു നിന്ന് ദൈവം അകത്തു വന്ന ഒരവസ്ഥയാണ് ഇപ്പോഴവർക്ക്. പ്രിയപ്പെട്ടവരെ, അടുത്തു നിന്ന് ദൈവം പിരിഞ്ഞു പോയപ്പോൾ ദൈവം അകത്തേക്ക് വന്ന് അവരിൽ ആവസിക്കുകയാണ് ചെയ്തത്. പിതൃപുത്ര പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ അവരുടെ ഉള്ളിലാണ്. ത്രിയേക ദൈവം ഇപ്പോൾ അവരിൽ പ്രവർത്തിക്കുകയാണ്. ആ ധൈര്യം, ആ ബലം, അതിൽ നിന്നാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, എഴുന്നേറ്റ് നടക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഈ ശക്തി കിട്ടുന്നത് എന്ന് തിരിച്ചറിയുക. അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ്. ആത്മാവിൽ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർ ഇത് പ്രാപിക്കുക തന്നെ ചെയ്യും. വീണ്ടും പത്രോസ് അപ്പോസ്തലൻ ഒരു സ്ത്രീയെ ഉയർപ്പിക്കുന്നതായ ഒരു രംഗമുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന കർത്താവിനെ അവൻ അടുത്തു നിന്ന് കണ്ടതാണ്. ലാസറിനെ കല്ലറയിൽ നിന്ന് വിളിച്ച് പുറത്തിറക്കി വിട്ടത് പത്രോസ് ദൃക്സാക്ഷിയായി നിന്നതാണ്. നയീലിലെ വിധവയുടെ മകനെ ശവമഞ്ചം തൊട്ട് നിർത്തി ശവപ്പെട്ടിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച അമ്മയോടൊപ്പം പറഞ്ഞയച്ചത് പത്രോസ് കണ്ടതാണ്. ആ ദൈവം ഇപ്പോൾ തൻ്റെ ഉള്ളിലാണ്. പത്രോസിന് നല്ല ധൈര്യമുണ്ട്, ഞാനിത് ചെയ്യാൻ പ്രാപ്തനാണ് എന്ന്. അതുകൊണ്ട് അവൻ മരിച്ചു കിടന്നവളെ ഉയർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ആത്മബലത്തിൻ്റെ ജീവിതമാണ്, പരാജയത്തിൻ്റെ ജീവിതമല്ല. ഈ പരാജയത്തിൻ്റെ ചിന്തയും പരാജയത്തിൻ്റെ ഭീതിയും ദൈവമക്കളുടെ ഉള്ളത്തിൽ നിന്നും മാഞ്ഞു പോകണം. ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടുവാൻ ദൈവമക്കൾക്ക് കാര്യമില്ല. സർവശക്തനായ ദൈവത്തിൻ്റെ കരുത്തുള്ള കരത്തിൻ്റെ കീഴിൽ ഞാൻ ഭുജവീര്യം പ്രാപിക്കുന്നു, ഞാൻ ബലം പ്രാപിക്കുന്നുവെന്ന ബോധം ദൈവമക്കളെ ഭരിക്കണം. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ ഓർക്കുക, അത് ഭീരുത്വത്തിൻ്റെ ജീവിതമല്ല, അത് ധീരതയുടെ ജീവിതമാണ്. സാഹചര്യങ്ങളെ സമചിത്തതയോടെ നേരിടാനുള്ള കരുത്തും ബലവുമാണ് ഇവിടെ ദൈവമക്കൾ പ്രാപിക്കേണ്ടത്. വീണ്ടും പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലൂസിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ അദ്ദേഹം ഒരു തീക്ഷ്ണവാനായ മനുഷ്യനായിരുന്നു. ആയിരുന്ന എല്ലാ സാഹചര്യത്തിലും ആയിരുന്ന അവസ്ഥയിൽ അദ്ദേഹം തന്നിൽ തന്നെ ഒരു തീക്ഷ്ണവാനായിരുന്നു. ഗമാലിയേലിൻ്റെ ശിഷ്യനായി ന്യായപ്രമാണം പഠിച്ച അഗാധ പണ്ഡിതനായ ഒരു താർക്കികനായിരുന്നു പൗലുസ്ലീഹ. ജന്മനാൽ ഒരു പരീശൻ എന്ന നിലയിൽ പരീശ മനസ്ഥിതി ജീവിതത്തിൽ ഒരുപാട് സൂക്ഷിച്ചു വെച്ചവനായിരുന്നു പൗലുസ്ലീഹ. അതുകൊണ്ട് തന്നെ യഹൂദ മതത്തിൻ്റെ സംരക്ഷകനാകുവാൻ പൗലുസ്ലീഹ സ്വയം തീരുമാനിച്ചു. യേശുക്രിസ്തുവിൻ്റെ നാമം ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നൊരു വ്രതം അവനെടുത്തു. യേശുവിൻ്റെ നാമം ഉയർത്തപ്പെടുന്നത് കണ്ടിട്ട്, അപ്പോസ്തലന്മാരിലൂടെ സഭ പണിയപ്പെടുന്നത് കണ്ടിട്ട് യഹൂദ മതത്തിൽ നിന്ന് വലിയൊരു വിഭാഗം ആളുകൾ ഈ യേശുക്രിസ്തുവിൻ്റെ അനുയായികളായി മാറുന്നത് കണ്ടിട്ട് വൈരാഗ്യം പൂണ്ട ഈ മനുഷ്യൻ അവരെല്ലാവരെയും തടവിലാക്കുവാനോ അടിപ്പിക്കുവാനോ ചിലരെ കൊല്ലുവാനോ ഒക്കെയുള്ള അധികാരപത്രം സൻഹദ്രീ സംഘത്തിൽ നിന്ന് സമ്പാദിച്ച് ഒരു പോരാളിയായി, ഒരു തീവ്രവാദിയായി യഹൂദ മതത്തിൽ ഇടപെടുകയാണ്. അങ്ങനെയുള്ള വിദ്യാസമ്പന്നനായ ഈ മനുഷ്യനെ കർത്താവ് പിടികൂടുന്നതാണല്ലോ നാം കാണുന്നത്. ആ മനുഷ്യനെ വ്യക്തമായി കർത്താവ് കുതിരപ്പുറത്ത് നിന്ന് താഴെ വീഴ്ത്തി ഒരു മഹാപ്രകാശം കൊണ്ട് അവനെ മൂടി. അവൻ്റെ കണ്ണ് അന്ധമായിപ്പോയി.
ഒരു വലിയ വെളിച്ചം താൻ അന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്തൊരു വലിയ വെളിച്ചം തൻ്റെ ചുറ്റി മിന്നിയെന്ന്, ആ വെളിച്ചത്തിൽ തൻ്റെ കണ്ണ് അന്ധമായി പോയി എന്ന് പൗലൂസിന് മനസ്സിലായി. ആ മനുഷ്യൻ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? അപ്പോൾ നീ ആരാകുന്നു കർത്താവേ എന്നാണ് മറുചോദ്യം. നീ ആരാണ് എന്നല്ല, നീ ആരാണ് കർത്താവേ എന്നാണ് മറുചോദ്യം. ഇതൊരു സാധാരണക്കാരൻ്റെ ചോദ്യമല്ലെന്ന് പൗലൂസിൻ്റെ അന്തരംഗം മന്ത്രിച്ചു. നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാനെന്ന് മറുപടിക്ക് മുമ്പിൽ അവനൊന്ന് പതറി. 3 ദിനരാത്രങ്ങൾ അന്ധതയിൽ അവൻ കഴിച്ചുകൂട്ടി. ഈ ബാഹ്യ നയനങ്ങൾ അന്ധമായിരുന്ന കാലത്ത് അവൻ്റെ ആന്തരിക നയനങ്ങൾ പ്രകാശിക്കുകയായിരുന്നു. താൻ വേട്ടയാടിക്കൊണ്ടിരുന്ന യേശുവും അവൻ്റെ അനുയായികളുമാണ് യഥാർത്ഥത്തിൽ താൻ കണ്ടെത്തേണ്ടവർ എന്ന് പൗലൂസ്ലീഹായ്ക്ക് വെളിച്ചം കിട്ടുകയായിരുന്നു. അനനിയാസിൻ്റെ കൈകളാൽ അവൻ്റെ കണ്ണിന് കാഴ്ച ലഭിക്കുകയും അവൻ കർത്താവിലേക്ക് രൂപാന്തരപ്പെടുകയും ചെയ്തപ്പോൾ അവൻ്റെ തീക്ഷ്ണത കൂടിയതല്ലാതെ കുറഞ്ഞില്ല. അവൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പിന്നീട് കർത്താവിന് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി അത്യന്തം തീക്ഷ്ണമായ പോരാട്ടം നടത്തി. യേശു നാമത്തെ ഇല്ലായ്മ ചെയ്യാൻ ഏതളവിൽ അവൻ പരിശ്രമം ചെയ്തോ അതിനേക്കാൾ 100 മടങ്ങ് തീക്ഷ്ണതയോടെ യേശു ക്രിസ്തുവിന് വേണ്ടിയും അവൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടിയും പൗലൂസ്ലീഹ അധ്വാനിച്ചു എന്ന് നാം മനസ്സിലാക്കണം. അത് ആത്മബലം അവനിൽ നിന്ന് ജ്വലിച്ചതുകൊണ്ടാണ്, ആത്മാവിൻ്റെ ശക്തിയാലാണ്, ബുദ്ധി സാമർഥ്യത്താലല്ല. പ്രിയപ്പെട്ടവരെ, 3 മിഷണറി യാത്രകളിലൂടെ അനേക സഭകൾ പൗലൂസ്ലീഹ സ്ഥാപിച്ചെടുത്തു. പ്രത്യേകിച്ച് യൂറോപ്പിൽ അദ്ദേഹത്തിന് ദൈവം കൊടുത്തിരുന്ന ഭാഷാ പാണ്ഡിത്യത്തിലൂടെ അദ്ദേഹത്തിനത് സാധ്യമായി എന്ന് നാം തിരിച്ചറിയണം. അനേക ലേഖനങ്ങളിലൂടെ ക്രൈസ്തവ ലോകത്തെ അദ്ദേഹം സമ്പന്നമാക്കി. ന്യായപ്രമാണത്തിലെ പല മർമ്മങ്ങളെയും പ്രവാചകന്മാർ എഴുതിയ പല രഹസ്യങ്ങളെയും പൊരുൾ തിരിച്ച് വ്യാഖ്യാനിച്ച് ആധുനിക ലോകത്തിന് അല്ലെങ്കിൽ ക്രൈസ്തവ ലോകത്തിന് സംഭാവന ചെയ്യുവാൻ അപ്പോസ്തലനായ പൗലൂസ് പ്രാപ്തനാക്കപ്പെട്ടു. ഇതൊന്നും ബുദ്ധിയുടെ പ്രമാണത്തിൽ നിന്ന് എഴുതപ്പെട്ടതല്ല, ആത്മാവിൻ്റെ ബലത്താൽ എഴുതപ്പെട്ടതാണ്. പൗലൂസ്ലീഹ തന്നെ ആത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞ വാക്ക് ആദ്യം പറഞ്ഞല്ലോ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലതിനും മതിയായവനാകുന്നു എന്ന്. ആ ആത്മാവിൻ്റെ ശക്തിയാലാണ് പൗലൂസ്ലീഹ ഇതെല്ലാം ചെയ്തെടുത്തത് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും നാം ധീരരായി മാറുവാൻ ദൈവശക്തി ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. ദൈവശക്തിയാൽ നമുക്കത് സാധിക്കണം. ഇന്ന് ജീവിതത്തിൽ വിവിധങ്ങളായ പ്രതിസന്ധികൾ നേരിടുന്നവരാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം. പറയുന്ന ഞാനും വ്യത്യസ്തമൊന്നുമല്ല. ഒരുപക്ഷെ ചില ആളുകളെങ്കിലും മാരകമായ ചില രോഗത്തിൻ്റെ പിടിയിലായിരിക്കാം. തളർന്നു പോകേണ്ടതില്ല, മനസ്സിടിഞ്ഞു പോകേണ്ടതില്ല, ജീവിതത്തിൽ നിരാശപ്പെടേണ്ടതില്ല. ധൈര്യപ്പെടുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിങ്ങൾ ധൈര്യപ്പെടുക. ഈ രോഗം സൗഖ്യപ്പെടുത്തുവാൻ കർത്താവ് മതിയായവൻ. ഇനി അത് സൗഖ്യത്തിനായിട്ടുള്ള രോഗമല്ലെങ്കിൽ തൻ്റെ ഉള്ളം കയ്യിൽ നമ്മെ വഹിച്ച് തന്നെ മാറോട് ചേർത്ത് നിത്യതയുടെ പരമാനന്ദത്തിൽ, പരദേശയുടെ പരമാനന്ദത്തിൽ വിശുദ്ധ സംഘത്തോടുകൂടെ നമ്മെ ചേർത്തിരുത്തുവാൻ അവൻ പ്രാപ്തനാണ്. അവനെ മുറുകെ പിടിക്കുകയാണ് ചെയ്യേണ്ടത്, പതറുകയും തളരുകയും അല്ല ചെയ്യേണ്ടത്. ആളുകൾ എപ്പോഴും ആശങ്കയോടെ ദൈവത്തോട് പറയുന്നത്, ഞാൻ മരിക്കരുത്, എനിക്ക് രോഗമൊന്നും വരരുത്, എനിക്ക് പ്രതിസന്ധി ഉണ്ടാകരുത്, എനിക്ക് കഷ്ടത ഉണ്ടാകരുത് എന്നിങ്ങനെയാണ്. എന്നാൽ ആ വാദഗതി നമ്മുടെ സ്വാർത്ഥതയിൽ നിന്നോ നമ്മുടെ അറിവില്ലായ്മയിൽ നിന്നോ ഒക്കെ ദൈവസന്നിധിയിൽ നാം കൊണ്ടുചെല്ലുന്നതാണ്. കർത്താവ് വ്യക്തമായി പറയുന്നു യോഹന്നാൻ 16 അവസാന ഭാഗത്ത്, ലോകത്ത് കഷ്ടമുണ്ട്, ലോകത്ത് ജീവിക്കുന്ന ദൈവമക്കൾക്ക് കഷ്ടമുണ്ട്, 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 അതിന് തർക്കമില്ല. എന്നാൽ യേശു അടിവരയിട്ട് പറയുന്നു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, ലോകത്തെ ജയിച്ചവനായി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഇതാണ് ധൈര്യം, ഇതാണ് ബലം, ഇതാണ് അഭിഷേകമെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് രോഗത്തിൻ്റെ മധ്യത്തിൽ, സാമ്പത്തിക പ്രതിസന്ധിയുടെ മധ്യത്തിൽ, ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട്, കടബാധ്യത വിട്ടാൻ കഴിയാത്തതുകൊണ്ട്, ജപ്തി നോട്ടീസ് വരുമെന്ന ഭയം കൊണ്ട്, കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കാൻ കഴിയുന്നില്ല എന്നോർത്തിട്ട്, ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് ആശങ്കപ്പെടേണ്ടതില്ല. നമുക്കൊരു സർവശക്തനായ ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുക. ക്രിസ്തീയ ജീവിതം ബലത്തിൻ്റെ ജീവിതമാണ്, അത് ധീരതയുടെ ജീവിതമാണ്, അതൊരിക്കലും ഒരു ഒളിച്ചോട്ടത്തിൻ്റെ ജീവിതമല്ല. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെല്ലാവരും ആത്മവീര്യം പ്രാപിക്കണം. ക്രിസ്ത്യാനി എന്ന നിലയിൽ, കർത്താവിൻ്റെ ശക്തി ആർജിച്ചവരെന്ന നിലയിൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെന്ന നിലയിൽ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെന്ന നിലയിൽ അപ്പോസ്തലനായ പത്രോസിൽ കണ്ട ധീരത, ആദിമസഭയിലെ വിശുദ്ധ സഹോദരന്മാരിൽ കണ്ട ധീരത, അപ്പോസ്തലനായ പൗലൂസിൽ കണ്ട ധീരത, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്, അത് പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പരാജിതരായിട്ടല്ല, ജയാളികളായി ജീവിക്കണം ദൈവമക്കൾ. നമുക്ക് തോൽക്കുവാൻ കാര്യമില്ല.
നമ്മുടെ ദൈവം സർവ്വശക്തനാണ്. അവൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ്റെ കൃപയിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം. ത്രിയേക ദൈവം നമ്മെ ശക്തീകരിപ്പാൻ മതിയായവനാണ്. അവൻ നമ്മെ ബലപ്പെടുത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് പതറേണ്ടതില്ല, സമർപ്പിച്ചു കൊടുക്കുക. ക്രിസ്തീയ ജീവിതം ബലത്തിൻ്റെയും ശക്തിയുടെയും ജീവിതമാണ്, ബലഹീനതയുടെയും തളർച്ചയുടെയും ജീവിതമല്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് നീ ഞങ്ങളോട് മധുരമായി, നീ ഞങ്ങളോട് ശക്തമായി സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം എന്ന നിലയിൽ അത് ഭയത്തിൻ്റെയും ഭീതിയുടെയും തളർച്ചയുടെയും തകർച്ചയുടെയും ജീവിതമല്ല. അത് ബലത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും ശക്തിയുടെയും ദൈവപരിപാലനത്തിൻ്റെയും ജീവിതമാണെന്ന്, ഭയപ്പെടുന്നവരായിട്ടല്ല ധീരരായി ദൈവമക്കൾ ജീവിക്കണമെന്ന്, അങ്ങനെ ജീവിത സാക്ഷ്യം പ്രകടിപ്പിക്കണമെന്ന് ഞങ്ങളെ കേൾപ്പിച്ച വിലപ്പെട്ട സന്ദേശത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവ്, ഞങ്ങൾ കേട്ടത് ഞങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിപ്പാനും അതിൻ പ്രകാരം ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും പോരാട്ടത്തിൽ തളരാതെ വീറോടെ മുന്നേറുവാനും അങ്ങനെ ക്രിസ്തീയ ജീവിതത്തിൽ വിജയം വരിക്കുവാനും ഞങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യവും ശക്തിയും തരുമാറാകണമെന്ന് ഞങ്ങൾ നിൻ്റെ കൃപയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.